വീണ്ടും വന്യമൃഗ ആക്രമണത്തിന്റെ വാർത്ത വരുന്നുണ്ട്. സംസ്ഥാനത്ത് മലപ്പുറത്തു നിന്നാണ് ഇന്ന് ആ വാർത്ത വരുന്നത്. തൃക്കലങ്കോട് വന്യജീവി ആക്രമണം, 7 ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തി. ആക്രമണം നടത്തിയത് പുലിയാണ് എന്നാണ് നിഗമനം. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, പുലിയുടെ ശല്യമുള്ള ഇടമാണോ, പുലിയാണോ എന്നത് സ്ഥിരീകരിച്ചോ? അനുജ, നിലവിൽ വനം വകുപ്പ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുലിയാണ് എന്നുള്ളതാണ് ആ പ്രാഥമിക നിഗമനം. ഇതൊരു മലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. തൃക്കലങ്ങോട് ഈ കുതിരാടം എന്ന് പറയുന്ന ഒരു ഇടമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടുത്തെ കരീം എന്ന് പറയുന്നയാളുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഈ ആടിന്റെ കൂടുണ്ട്. ഈ കൂട്ടിലെ ഏതാണ്ട് 7ഓളം ആടുകളെയാണ് ഈ ചത്ത നിലയിൽ ഇന്ന് രാവിലെയോട് കൂടി കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇവിടുത്തെ CCTV പരിശോധിച്ചപ്പോഴാണ് അത് പുലിയാണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഈ നാട്ടുകാർ എത്തിയത്. ഇപ്പോൾ ഇവിടുത്തെ ഈ നഷ്ടമുണ്ടായിരിക്കുന്ന കരീം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? നമ്മൾ രാവിലെ സാധാരണ എണീറ്റ് വരുന്ന മാതിരി 7 മണിക്ക് കുട്ടികൾ ഒരു തള്ളക്ക് ഇപ്പോൾ ചെറിയ 2 കുട്ടികളുണ്ട്. അവർക്ക് പാല് കൊടുക്കാൻ വേണ്ടിയാണ്ട് ഇറങ്ങി വരുമ്പം അങ്ങനെ അവരെ പാല് കുടിപ്പിച്ചുകൊണ്ട് താഴെ കൂട്ടൊക്കെ നോക്കുമ്പോൾ ആ ഒരു കൂട്ടിലുണ്ട് 2 ആടുകൾ ഇങ്ങനെ കിടക്കണുണ്ട്. അപ്പോൾ എന്താ ഇങ്ങനെ ഒരു സാധാരണ ഇല്ലാത്തൊരു കടത്താണ് എഴുതിയാണ്ട് നോക്കുമ്പോൾ 2 കുട്ടികളും ഒരാടും അതിൽ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ തള്ളാടിൻ്റെ വയറിൻ്റെ അവിടുന്ന് കുറച്ച് ഭാഗം ഭക്ഷിച്ചിരിക്കണ്. അങ്ങനെ നിന്നുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ഭാഗത്തൂടെ വന്നുകൊണ്ട് ഇപ്പുറത്തില്ല ഇടത് വശത്തില്ല കൂടുതൽ നോക്കുമ്പോൾ അതിൽ 4 ആടുകളും അങ്ങനെ മരിച്ച നിലയിലാണ് കാണുന്നത്. അങ്ങനെ CCTV നോക്കിയപ്പോൾ ഈ പുലിയാണോന്ന് കണ്ടു? എന്താ കണ്ടത്? പുലിയാണെന്നാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്കും കാണാം, ആർക്കും കാണാം. നമ്മൾക്കിപ്പോൾ എന്താ വെച്ചാൽ കാരണം ആദ്യം നമ്മൾ കാൽപ്പാട് നോക്കിക്കാണ്ട് ഇങ്ങനെ നിന്ന്, പിന്നെയാണ് അപ്പോൾ കാൽപ്പാട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ആ കാൽപ്പാട് കണ്ട ഭാഗത്ത് നമ്മളെ ക്യാമറ ഉണ്ട്. അങ്ങനെയാണ് ക്യാമറയ്ക്ക് പോയത്. ക്യാമറയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കാരണം വരുന്ന രംഗയിൽ അതിൻ്റെ കൂടിൻ്റെ അവിടെ നിൽക്കുന്ന രംഗമൊക്കെ ഉണ്ട്. അപ്പം ഇവർ ഫോറസ്റ്റുകാരും ഇവരൊക്കെ വന്ന് പോലൊക്കെ എല്ലാവരും കണ്ടിരുന്നു. എല്ലാവർക്കും കാണാൻ ചെയ്യുക. കാരണം ഇതിപ്പോ നേരത്തേക്ക് പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണോ ഇവിടെ? അങ്ങനെ ഒരു ഭീഷണി ഉണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു ഭീഷണി ഒന്നുമില്ല. ഇനിയിപ്പോൾ ഒരാഴ്ച മുന്നേ ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികൾ അവരൊപ്പം ഒരു ജന്തു രാത്രി കൂടി എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ 2-3 തോട്ടം ഇവിടെ വെട്ട് നിർത്തിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഓലോടൊക്കെ പറയും നിങ്ങൾ എന്തെങ്കിലും വെട്ടാൻ പഠിച്ചു കണ്ട്, കാരണം ഇത്രയും അങ്ങനെ സംഗതികൾ കേൾക്കാത്തതാണ്. എല്ലായിടത്തും കേൾക്കലുള്ള നമ്മൾ ഇങ്ങനെയുണ്ട്. പിന്നെ പന്നി, കുരങ്ങ് അത് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ആ ശല്യം, മയിൽ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പന്നി ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ ഒരു സംഗതികൾ ഇപ്പോൾ നടാടെയായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഇന്നലെ ഒരു 11:30 മണിക്ക് ഒരു ഓളി കേട്ടിക്കണം. പക്ഷേ സാധാരണ നമ്മൾ കേൾക്കാത്തൊരു വിധം ഒരു സൗണ്ടാണ്. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് കേൾക്കണം, എന്താ ജന്തു ചോദിച്ചാൽ പറഞ്ഞു അത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എന്താ ഇലാക്കാനാവെന്നും പറഞ്ഞ് നമ്മൾ അത്രയൊന്നും മൈൻഡ് വെച്ചില്ല പൈമക്ക്. കാരണം അങ്ങനെ നിന്നുകൊണ്ട് ഇന്ന് രാവിലെ പിന്നെ അല്ലാതെ ആടുകളെ കരച്ചിലൊന്നും കേട്ടിട്ടില്ല. ഏതായാലും അനുജ, ഇന്നലെ രാത്രിയിലാണ് സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെയാണ് ആടുകളെ ചത്ത നിലയിൽ കാണുന്നത്. ഈ ഭാഗത്തുള്ള ഈ CCTVയിലാണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങളും പതിഞ്ഞിരിക്കുന്നത്. ശരി, മലപ്പുറം തൃക്കലങ്കോടാണ് 7 ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പുലി ആക്രമിച്ചു കൊന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം.